ഹലോ എവരി വൺ, വെൽക്കം ടു വിന്നേഴ്സ് എഡ്യൂസോൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് ഭരണഘടനയിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. ഭരണഘടനയിൽ നിന്നുള്ള കംപ്ലീറ്റ് ചോദ്യങ്ങളും നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഓക്കെ. ഇന്ത്യൻ ദേശീയ പതാക തയ്യാറാക്കിയ പിംഗലി വെങ്കയ്യ ജനിച്ചത് ഏത് സംസ്ഥാനത്താണ്? ആന്ധ്രാപ്രദേശ്. മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമായി കൂട്ടിച്ചേർത്ത ഭേദഗതി ഏതാണ്? മൗലിക കടമകൾ 4A ആയിട്ടാണ് കൂട്ടിച്ചേർത്തത് അല്ലേ? ഏത് ഭേദഗതിയാണ്? 42ാം ഭേദഗതി. ഏതാണ്? കൊല്ലം 1976. 4+2 6 അല്ലേ? അപ്പോൾ നമുക്ക് 1976 42ാം ഭേദഗതി വഴിയാണ് 4A മൗലിക കടമകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത്. എത്ര മൗലിക കടമകളുണ്ട്? 11 മൗലിക കടമകളുണ്ട്. താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ ദേശീയ വൃക്ഷം ഏതെന്ന് കണ്ടെത്തുക. അരയാലല്ല, ആലാണ് ഇന്ത്യയുടെ ദേശീയ വൃക്ഷം. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ബംഗാളി കവിയായ ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഏത് കൃതിയിൽ നിന്ന് എടുത്തതാണ്? ആനന്ദമഠത്തിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. മഹാത്മജി കി ജയ് എന്ന മുദ്രാവാക്യത്തോടെ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച ഭരണഘടനാ വ്യവസ്ഥ ഏതാണ്? അയിത്ത നിർമ്മാർജ്ജനമാണ് മഹാത്മജി കി ജയ് എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പാസാക്കിയ ഭരണഘടനയിലെ ഏക വകുപ്പ്. ഏതാണ്? ആർട്ടിക്കിൾ 17 അനുച്ഛേദം 17 ആണ് അയിത്ത നിർമ്മാർജ്ജനം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷനായി നിയമിക്കപ്പെട്ട ആദ്യ മലയാളി ആരാണ്? ജസ്റ്റിസ് KG ബാലകൃഷ്ണനാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷനായി നിയമിക്കപ്പെട്ട ആദ്യ മലയാളി. ദേശീയ വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷം ഏതാണ്? 2005 ദേശീയ വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. കോൺഗ്രസിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് അല്ലെങ്കിൽ പൂർണ്ണ സ്വാതന്ത്ര്യമാണെന്ന് പ്രഖ്യാപിച്ച സമ്മേളനം ഏതാണ്? 1929 ലാഹോർ സമ്മേളനമാണ്. ലാഹോർ സമ്മേളനത്തിൽ INCയുടെ അധ്യക്ഷനാരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആയിരുന്നു INCയുടെ അധ്യക്ഷൻ അല്ലേ? ലാഹോർ സമ്മേളനം. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ പട്ടേലും നെഹ്റുവിനുമൊപ്പം പ്രധാന പങ്കുവഹിച്ച മലയാളി ആരായിരുന്നു? VP മേനോനായിരുന്നു പ്രധാനപ്പെട്ട മലയാളി. ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരം 1946 രൂപീകരിക്കപ്പെട്ട ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരം 1946 രൂപീകരിക്കപ്പെട്ട ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. ആരായിരുന്നു താൽക്കാലിക അധ്യക്ഷൻ? ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ അല്ലേ? ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. ഇദ്ദേഹത്തിൻ്റെ അധ്യക്ഷതയിലാണ് 1946 ഡിസംബർ 9 ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനം നടന്നത്. അതിനുശേഷമാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് സഭയുടെ സ്ഥിരം അധ്യക്ഷനായി മാറിയത്. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട ആദ്യ സംസ്ഥാനം ഏതായിരുന്നു? ആന്ധ്രാപ്രദേശ് ആയിരുന്നു. പ്രസിദ്ധമായ വന്ദേ മാതരം എന്ന ഗാനം അടങ്ങിയിട്ടുള്ള ആനന്ദമഠം എന്ന നോവൽ എഴുതിയത് ആരാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജി. അയിത്ത നിരോധന നിയമം നിലവിൽ വന്ന വർഷം ഏതാണ്? 1955 അയിത്ത നിരോധന നിയമം നിലവിൽ വന്നത്. അയിത്തത്തിനെതിരായുള്ള ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 17 അല്ലേ? മഹാത്മജി കി ജയ് എന്ന മുദ്രാവാക്യത്തോടു കൂടെ പാസ്സാക്കിയ ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 17. അടുത്ത ക്വസ്റ്റ്യൻ. പൗരന്മാരെ നിയമവിരുദ്ധമായി തടങ്കലിൽ വെക്കുന്നതിനെതിരായി സുപ്രീം കോടതിയും ഹൈക്കോടതികളും പുറപ്പെടുവിക്കുന്ന ഉത്തരവ് ഏതാണ്? ഹേബിയസ് കോർപ്പസ്. നിയമവിരുദ്ധമായി തടങ്കലിൽ വെക്കുന്നതിനെതിരായാണ് ഹേബിയസ് കോർപ്പസ് ഉണ്ടാകുന്നത്. ഇനി അടുത്തത് ഏതാണ്? പ്രൊഹിബിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കീഴ്ക്കോടതി അതിൻ്റെ അധികാരപരിധി ലംഘിക്കുന്നതിനെ പ്രാഥമികമായി തടയുന്ന റിട്ടാണ് പ്രൊഹിബിഷൻ എന്ന് പറയുന്നത്. കീഴ്ക്കോടതി അതിൻ്റെ അധികാരപരിധി ലംഘിക്കുന്നതിന്. ഓക്കെ. ഈ സെഷ്യൂറിറ്റി എന്താ? ഒരു കേസ് കീഴ്ക്കോടതിയിൽ നിന്നും മേൽക്കോടതിയിലേക്ക് മാറ്റാൻ ഉത്തരവിടുന്നത് അല്ലേ? കേസ് മാറ്റാൻ, അതായത് ചെറിയ കോടതിയിൽ നിന്നും വലിയ കോടതിയിലേക്ക് കേസ് മാറ്റാൻ ഉത്തരവിടുന്നതിനെയാണ് സെഷ്യൂറിറ്റി എന്ന് പറയുന്നത്. ഇനി അടുത്ത് എന്താ? മണ്ഡമാസ് എന്ന് പറഞ്ഞാൽ എന്താ? സ്വന്തം കർത്തവ്യം നിറവേറ്റാൻ ഒരു ഉദ്യോഗസ്ഥനെയോ പൊതുസ്ഥാപനത്തെയോ
അനുശാസിച്ചുകൊണ്ട് കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് മണ്ടമാസ് എന്ന് പറയുന്നത്. കോടതി പുറപ്പെടുവിക്കുന്ന റിട്ട് എന്തിനാ? ഒരു ഉദ്യോഗസ്ഥനോ ഒരു സ്ഥാപനത്തിനെതിരെയോ സ്വന്തം കർത്തവ്യം എന്താണ് അവരുടെ കർത്തവ്യം, ആ സ്ഥാപനത്തിൻ്റെയോ ഉദ്യോഗസ്ഥൻ്റെയോ കർത്തവ്യം അത് ചെയ്യാൻ വേണ്ടി, അത് നിറവേറ്റാൻ അവരെ പ്രേരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള റിട്ടാണ് നമ്മൾ എന്ത് പറയുന്നു? മണ്ടമാസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ക്ലിയർ ആയെന്ന് വിചാരിക്കണം. ഇന്ത്യൻ ഭരണഘടന എത്ര തരം മൗലിക അവകാശങ്ങളാണ് ഉറപ്പു നൽകുന്നത്? എത്ര തരമാണ്? 6 തരം മൗലിക അവകാശങ്ങളാണ് ഉറപ്പു നൽകുന്നത്. മൗലിക ചുമതലകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? മൗലിക ചുമതലകൾ കൂട്ടിച്ചേർത്തത് ഏതിലൂടെയാണ്? 42ാം ഭേദഗതി അല്ലേ, 1976 മൗലിക ചുമതലകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത്. ചുമതലകൾ ഏത് ഭാഗത്താണ്? 4A എന്ന ഭാഗത്താണ് അല്ലേ. 4A എന്ന ഭാഗത്താണ് മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. 42ാം ഭേദഗതി എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ദേശീയ പതാകയായ ത്രിവർണ്ണ പതാക ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത് എന്നാണ് അംഗീകരിച്ചത്? 1947 ജൂലൈ 22. 1947 ജൂലൈ 22. ഇന്ത്യയുടെ ദേശീയ നദി ഏതാണ്? ഗംഗയാണ് ഇന്ത്യയുടെ ദേശീയ നദി. ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത് ആരാണ് ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത്? ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത്. ഇന്ത്യയുടെ ദേശീയ ഗാനം ആലപിക്കാൻ എടുക്കേണ്ട സമയം എത്രയാണ്? 52 സെക്കൻഡാണ് ഇന്ത്യയുടെ ദേശീയ ഗാനം ആലപിക്കാൻ എടുക്കുന്ന സമയം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ പ്രഥമ ചെയർമാൻ ആരായിരുന്നു? ആരാണ് പ്രഥമ ചെയർമാൻ? ജസ്റ്റിസ് രംഗനാഥ മിശ്ര. ജസ്റ്റിസ് രംഗനാഥ മിശ്രയായിരുന്നു പ്രഥമ ചെയർമാൻ. ആദ്യത്തെ മലയാളി ആരായിരുന്നു? ജസ്റ്റിസ് KG ബാലകൃഷ്ണനായിരുന്നു ആദ്യത്തെ മലയാളി. 1990 വിവരാവകാശത്തിന് വേണ്ടിയുള്ള പ്രസ്ഥാനം ആരംഭിച്ച സംഘടന ഏതാണ്? മസ്ദൂർ കിസാൻ ശക്തി സംഗതൻ അല്ലേ. മസ്ദൂർ കിസാൻ ശക്തി സംഗതൻ. രാജസ്ഥാനിലായിരുന്നു ഈ സംഘടന. രാജസ്ഥാനിൽ അരുണ റോയിയുടെ നേതൃത്വത്തിലായിരുന്നു. അരുണ റോയിയുടെ നേതൃത്വത്തിലായിരുന്നു മസ്ദൂർ കിസാൻ ശക്തി സംഗതൻ എന്ന പ്രസ്ഥാനം ആരംഭിച്ചത്. സംസ്ഥാന പുനർസംഘടനാ കമ്മീഷൻ്റെ ചെയർമാൻ ആരായിരുന്നു? ഫസൽ അലി ആയിരുന്നു അല്ലേ. ചെയർമാൻ ഫസൽ അലി. കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ ഓഫീസർ ആരാണ്? വി ഹരിനായറാണ് അല്ലേ. വി ഹരിനായറാണ് ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ ഓഫീസർ. ഇന്ത്യൻ ഫ്ലാഗ് കോഡ് പ്രകാരം VVIP വിമാനങ്ങളിൽ ഉപയോഗിക്കുന്ന പതാകയുടെ അളവ് എത്രയാണ്? 450 × 300 mm ആണ്. 450 × 300 mm. പൂർണ്ണമായും രാഷ്ട്രത്തിൻ്റെ പണം കൊണ്ട് സംരക്ഷിക്കപ്പെടുന്ന യാതൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലും മതപരമായ ബോധനം നൽകുവാൻ പാടുള്ളതല്ല എന്ന് പരാമർശിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം ഏതാകുന്നു? 28(1) ആണ് പൂർണ്ണമായും രാഷ്ട്രത്തിൻ്റെ പണം കൊണ്ട് സംരക്ഷിക്കപ്പെടുന്ന യാതൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലും മതപരമായ ബോധനം നൽകുവാൻ പാടുള്ളതല്ല എന്ന് അനുശാസിക്കുന്നത്. സംസ്ഥാനങ്ങളുടെ കടമെടുപ്പുമായി ബന്ധപ്പെട്ട ഭരണഘടനയിൽ പ്രതിപാദിച്ചിരിക്കുന്ന അനുച്ഛേദം ഏതാണ്? 293 സംസ്ഥാനങ്ങളുടെ കടമെടുപ്പുമായി ബന്ധപ്പെട്ട അനുച്ഛേദം. താഴെ തന്നിരിക്കുന്നവയിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ സ്ഥാനം നിർവഹിച്ചിട്ടില്ലാത്ത വ്യക്തി? ജസ്റ്റിസ് ഗോപാൽ ബല്ലഭ് പട്നായക്, ജസ്റ്റിസ് രംഗനാഥ മിശ്ര, ജസ്റ്റിസ് S രാജേന്ദ്ര ബാബു, ജസ്റ്റിസ് MN വെങ്കിടച്ചല. ഇവർ 3 പേരും ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാൻ സ്ഥാനം വഹിച്ചിട്ടുണ്ട്. ജസ്റ്റിസ് ഗോപാൽ ബല്ലഭ് പട്നായകാണ് വഹിച്ചിട്ടില്ലാത്ത വ്യക്തി. വിവരാവകാശ അപേക്ഷ നിരസിക്കുവാൻ നിർദ്ദേശിച്ചിരിക്കുന്ന വിവരാവകാശ വകുപ്പ് ഏതായിരുന്നു? അപേക്ഷ നിരസിക്കുവാൻ നിർദ്ദേശിച്ചിരിക്കുന്ന വിവരാവകാശ വകുപ്പാണ് ചോദിച്ചിട്ടുള്ളത്. 8 ആണ് വകുപ്പ് 8. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ 1929 ലാഹോർ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു ആയിരുന്നു. 2 കാര്യങ്ങളാണ് ആ സമ്മേളനത്തിൽ നടന്നിരിക്കുന്നത്. ഒന്നേതാണ്? ത്രിവർണ്ണ പതാക ആദ്യമായി ഉയർത്തിയ കോൺഗ്രസ് സമ്മേളനമാണ്. ത്രിവർണ്ണ പതാക ആദ്യമായി ഉയർത്തിയ കോൺഗ്രസ് സമ്മേളനമാണ് 1929 ലാഹോർ സമ്മേളനം. പിന്നെ ഏതാണ് ഉണ്ടായത്? പൂർണ്ണ സ്വരാജ് അല്ലേ. പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കിയ സമ്മേളനമാണ് പൂർണ്ണ സ്വരാജ്.
പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനവും ഈ 1929 ലാഹോർ സമ്മേളനമാണ്. അധ്യക്ഷനാരായിരുന്നു? ജവഹർലാൽ നെഹ്റു. സ്വതന്ത്ര ഇന്ത്യയിലെ സംസ്ഥാന പുനർസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഫസൽ അലി ആയിരുന്നു. ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം ഏതാണ് പൈതൃക മൃഗം? ആനയാണ്. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷനാരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അല്ലേ? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു സ്ഥിരം അധ്യക്ഷൻ. താൽക്കാലിക അധ്യക്ഷൻ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഭരണഘടനാ ഭേദഗതി ഏതാണ് ഭേദഗതി? 42ാം ഭേദഗതി, മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടും. 1976 അല്ലെ? 76ലാണ് ഈ ഭേദഗതി നിലവിൽ വന്നത്. 42 എന്ന് പറയുമ്പോൾ 4 + 2 = 6 അല്ലേ? അപ്പോൾ 1976ലാണ് ഈ ഭേദഗതി നിലവിൽ വന്നത്. 42ാം ഭേദഗതിയാണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇനി ഏത് ഭാഗത്താണ് ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് മൗലിക കടമകൾ ആഡ് ചെയ്ത് വന്നിട്ടുള്ളത്, ഉൾപ്പെടുത്തിയിട്ടുള്ളത്? 4A എന്ന ഭാഗത്താണ്. 4A എന്ന ഭാഗത്താണ് മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചതാരാണ്? ദേശീയ ഗീതം രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. ബങ്കിം ചന്ദ്ര ചാറ്റർജി. വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വന്ന വർഷം ഏതാണ്? 2005. ഇന്ത്യൻ ഭരണഘടനയിൽ ഏത് ഭാഗത്താണ് മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്? മൗലിക അവകാശങ്ങളാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? 3ാം ഭാഗത്ത് മൗലിക അവകാശങ്ങൾ ഭരണഘടനയുടെ 3ാം ഭാഗത്തും മൗലിക കടമകൾ ഏത് ഭാഗത്താണ്? 4A എന്ന ഭാഗത്തുമാണ്. 4Aയിലുമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇന്ത്യയുടെ ദേശീയ പതാകയിൽ കാണപ്പെടുന്ന അശോക ചക്രത്തിൽ എത്ര അരക്കാലുകളുണ്ട്? 24 അരക്കാലുകളാണുള്ളത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ ആരാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ? 2024 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ ആരാണ്? ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യൻ. ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യനാണ് 2024 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ. ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്ത വ്യക്തി ആരാണ്? പിംഗലി വെങ്കയ്യയാണ് ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത്. ചുവടെ നൽകിയിരിക്കുന്നതിൽ ഏത് മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ് ഉൾപ്പെടാത്തത്? സ്വത്തവകാശം മൗലിക അവകാശങ്ങളിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ടതാണ്. എന്നാണ് നീക്കം ചെയ്തത്? ഏത് ഭേദഗതി വഴിയാണ് നീക്കം ചെയ്തത്? 44ാം ഭേദഗതി വഴി അല്ലേ? 44ാം ഭേദഗതി വഴി 1978 സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തു. എന്നിട്ട് ഏത് ആർട്ടിക്കിളാണ് ഭരണഘടനയോട് ആഡ് ചെയ്തത്? 300A എന്ന ആർട്ടിക്കിൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തി അല്ലേ? സ്വത്തവകാശം 300A എന്ന ആർട്ടിക്കിളാണ് സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളിൽ നിന്ന് നീക്കം ചെയ്ത് അതൊരു നിയമാവകാശമാക്കി മാറ്റിയത്. ഏത് ഭേദഗതിയാണ്? 44ാം ഭേദഗതി. കൊല്ലം. വർഷം ഏതാണ്? 1978. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങളിൽ നിന്നും പിന്നീട് നീക്കം ചെയ്യപ്പെട്ട അവകാശം ഏതാണ്? സ്വത്ത് സമ്പാദിക്കാനുള്ള അവകാശമാണ് നീക്കം ചെയ്യപ്പെട്ടത്. ഏത് ഭേദഗതി വഴിയാണ്? 44ാം ഭേദഗതി. 1978ലാണ് സ്വത്ത് സമ്പാദനത്തിനുള്ള അവകാശം മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തത്. ഇന്ത്യൻ ഭരണഘടനയിൽ ബാലവേല നിരോധിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 24. ബാലവേല നിരോധിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 24. ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ സമീപിക്കാവുന്ന കോടതി ഏതാണ്? സുപ്രീം കോടതിയെയും ഹൈക്കോടതിയെയും നമുക്ക് സമീപിക്കാം അല്ലേ? അപ്പോൾ C ആണ് ഉത്തരം ശരി. 3 സുപ്രീം കോടതിയെയും ഹൈക്കോടതിയെയും മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ സമീപിക്കാം. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ് ആമുഖം എഴുതി തയ്യാറാക്കിയത്. ആമുഖം ആരംഭിക്കുന്നത് എങ്ങനെയാണ്? ഭാരതത്തിലെ ജനങ്ങളായ നാം എന്നാണ് ആമുഖം ആരംഭിക്കുന്നത് അല്ലേ? ജവഹർലാൽ നെഹ്റു ആണ് ആമുഖം എഴുതി തയ്യാറാക്കിയത്. ആമുഖത്തിൻ്റെ ശില്പി.
ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ഭാഗമായ ലോകസഭയുമായി ബന്ധമില്ലാത്ത പ്രസ്താവനകളാണ് നമുക്ക് എടുക്കേണ്ടത് അല്ലേ. ബന്ധമില്ലാത്ത പ്രസ്താവനയാണ് തിരഞ്ഞെടുക്കേണ്ടത്. സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്നറിയപ്പെടുന്നു. തെറ്റാണ് അല്ലേ, തെറ്റായ പ്രസ്താവനയാണ്. സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്നറിയപ്പെടുന്നില്ല അല്ലേ. ഏത് പേരിലാണ് അത് അറിയപ്പെടുന്നത്? അധോസഭ എന്നറിയപ്പെടുന്നു. പാർലമെൻറ്റിൻ്റെ അധോസഭ എന്നറിയപ്പെടുന്നുണ്ട്. ഹൗസ് ഓഫ് ദി പീപ്പിൾ. ലോകസഭ ഹൗസ് ഓഫ് ദി പീപ്പിൾ എന്നറിയപ്പെടുന്നുണ്ട് അല്ലേ. ഹൗസ് ഓഫ് ദി പീപ്പിൾ, ഹൗസ് ഓഫ് ദി പീപ്പിൾ എന്നാണ് അറിയപ്പെടുന്നത്. ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്ന അംഗങ്ങൾ അല്ലേ, നേരിട്ട് തിരഞ്ഞെടുക്കുന്ന അംഗങ്ങളാണ്. ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്ന അംഗങ്ങളാണ് ലോകസഭയിലുള്ളത്. ഉപരാഷ്ട്രപതി അധ്യക്ഷം വഹിക്കുന്ന ഉപരാഷ്ട്രപതി എല്ലാവരാണ് അധ്യക്ഷം വഹിക്കുന്നത്? സ്പീക്കറാണ് അധ്യക്ഷം വഹിക്കുന്നത്. അപ്പോൾ ഇതും തെറ്റായ പ്രസ്താവനയാണ്. ജനപ്രതിനിധി സഭ എന്നറിയപ്പെടുന്നു അല്ലേ, ഹൗസ് ഓഫ് ദി പീപ്പിൾ എന്നറിയപ്പെടുന്നു. ശരിയാണ്. അപ്പോൾ ബന്ധമില്ലാത്ത പ്രസ്താവനയാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 1ഉം 3ഉമാണ്. 1ഉം 3ഉം. ഇന്ത്യയുടെ പതാകയായി ത്രിവർണ്ണ പതാക അംഗീകരിച്ചത് ഏത് സമ്മേളനത്തിലാണ്? ലാഹോർ സമ്മേളനത്തിലാണ്. ലാഹോർ സമ്മേളനം ഏത് വർഷമാണ് നടന്നത്? 1929. ലാഹോർ സമ്മേളനത്തിൻ്റെ അധ്യക്ഷനാരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആയിരുന്നു അല്ലേ. ജവഹർലാൽ നെഹ്റു ആയിരുന്നു ലാഹോർ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ. ത്രിവർണ്ണ പതാക അംഗീകരിച്ചു അല്ലേ. ത്രിവർണ്ണ പതാക ഉയർത്തിയത് ഈ ലാഹോർ സമ്മേളനത്തിലാണ്. പിന്നെ ഒന്നും കൂടെ ഉണ്ടായിരുന്നല്ലോ, പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കി. പൂർണ്ണ സ്വരാജ് പ്രമേയവും 1929 ലാഹോർ സമ്മേളനത്തിലാണ് പ്രമേയം പാസാക്കിയത്. അപ്പോൾ 2 കാര്യങ്ങളാണ് ഓർത്തിരിക്കേണ്ടത്. ത്രിവർണ്ണ പതാക അംഗീകരിച്ചു, പൂർണ്ണ സ്വരാജ് എന്ന പ്രമേയം പാസാക്കി. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ആരാണ്? ജവഹർലാൽ നെഹ്റു. തെരഞ്ഞെടുത്ത രാഷ്ട്രതലവനുള്ള രാജ്യം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? തെരഞ്ഞെടുത്ത രാഷ്ട്രതലവനുള്ള രാജ്യമാണ് റിപ്പബ്ലിക് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ക്ഷേമരാഷ്ട്ര സങ്കല്പത്തെക്കുറിച്ച് ഇന്ത്യൻ ഭരണഘടനയിൽ എവിടെയാണ് പ്രതിപാദിച്ചിരിക്കുന്നത്? ക്ഷേമരാഷ്ട്ര സങ്കല്പം എവിടെയാണ് പ്രതിപാദിച്ചിരിക്കുന്നത്? നിർദ്ദേശക തത്വങ്ങളിലാണ് പ്രതിപാദിച്ചിരിക്കുന്നത് അല്ലേ. നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയുടെ എവിടെയാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്? അത് നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയുടെ 4-ാം ഭാഗത്താണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അല്ലേ. 4-ാം ഭാഗമാണ് നിർദ്ദേശക തത്വങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. 36 മുതൽ 51 വരെയുള്ള വകുപ്പുകളാണ് നിർദ്ദേശക തത്വങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഗാന്ധിജിയുടെ ക്ഷേമരാഷ്ട്ര സങ്കല്പങ്ങൾ ഉൾക്കൊള്ളുന്ന ഭാഗമേതാണ്? നിർദ്ദേശക തത്വങ്ങൾ 4-ാം ഭാഗമാണ് ഗാന്ധിജിയുടെ ക്ഷേമ രാഷ്ട്ര സങ്കല്പങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഭരണഘടനാ ഭാഗം. അടുത്തത്, ഇന്ത്യൻ ഭരണഘടനയുടെ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? മൗലിക അവകാശം അല്ലേ. മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട ഭാഗം ഏതാണ്? ഭാഗം 3 ആണ് അല്ലേ. മൗലിക അവകാശം ഭാഗം 3. പൗരത്വം എത്രയാണ് വരുന്നത്? പൗരത്വം ഭാഗം 2 ആണ് വരുന്നത്. മൗലിക അവകാശം എവിടെ വരുന്നത്? മൗലിക അവകാശം വരുന്നത് ഭാഗം 3-ലാണ് വരുന്നത്. നിർദ്ദേശക തത്വങ്ങളാണ് ഭാഗം 4-ൽ വരുന്നത്. നിർദ്ദേശക തത്വങ്ങൾ. മൗലിക കടമകൾ എവിടെയാണ് വരുന്നത്? 4A-യിലാണ് വരുന്നത്. മൗലിക കടമകൾ 4A. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 21A എന്തിനുള്ള അവകാശമാണ് ഉറപ്പു നൽകുന്നത്? എന്തിനുള്ള അവകാശമാണ്? വിദ്യാഭ്യാസത്തിനുള്ള അവകാശമാണ് ഉറപ്പു നൽകുന്നത് അല്ലേ. സ്വതന്ത്ര ഇന്ത്യ നേരിട്ട വെല്ലുവിളികളിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന രൂപീകരണം. ഈ വിഷയത്തെക്കുറിച്ച് താഴെ പറയുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവനകൾ ഏത്? സംസ്ഥാന പുനർസംഘടനാ നിയമം 1956-ൽ നിലവിൽ വന്നു. ശരിയായ പ്രസ്താവനയാണ് അല്ലേ. നിയമം 1956-ലാണ് നിലവിൽ വന്നത്. MN കുൻസ്രു ആയിരുന്നു ഇതിൻ്റെ അധ്യക്ഷൻ. തെറ്റായ പ്രസ്താവനയാണ്. ആരായിരുന്നു അധ്യക്ഷൻ? ഫസൽ അലി അല്ലേ. ഫസൽ അലി ആയിരുന്നു ഇതിൻ്റെ അധ്യക്ഷൻ. മലയാളിയായ KM പണിക്കർ ഇതിൽ അംഗമായിരുന്നു. അത് ശരിയായ പ്രസ്താവനയാണ്. അപ്പോൾ ഏതാണ് ശരി? B ആണ് ശരി അല്ലേ. 2 മാത്രം. ശരിയല്ലാത്ത പ്രസ്താവനയാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 2 മാത്രമാണ് ശരിയല്ലാത്തത്. ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി, അശോക് മേത്ത കമ്മിറ്റി എന്നിവയിൽ നിന്നുള്ള എന്തെല്ലാം നിർദ്ദേശങ്ങളാണ് ഇന്ത്യയുടെ 73-74 ഭരണഘടനാ ഭേദഗതിയിൽ ഉൾപ്പെടുത്തിയിരുന്നത്?
ത്രിതല പഞ്ചായത്ത് സംവിധാനം ശരിയാണ്. പഞ്ചായത്ത് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ സാധുത അതും ശരിയാണ്. ഗ്രാമപഞ്ചായത്തിൽ പരോക്ഷ തിരഞ്ഞെടുപ്പ് ഇല്ല, തെറ്റായ പ്രസ്താവനയാണ്. വാർഷിക തിരഞ്ഞെടുപ്പ് രീതി ഇതും തെറ്റായ പ്രസ്താവനയാണ്. അപ്പോൾ 1ഉം 2ഉം മാത്രമാണ് ഉൾക്കൊള്ളിച്ചിരുന്നത്. അപ്പോൾ ഏതാണ് ആൻസർ വരിക? 1ഉം 2ഉം മാത്രം. ബി ആണ് ആൻസർ. പഞ്ചായത്ത് രാജ് ഇനി 73-ാം ഭരണഘടനാ ഭേദഗതി എന്നാണ് നിലവിൽ വന്നത്? 1992 74-ാം ഭേദഗതി 1992. ഈ രണ്ട് ഭേദഗതിയും 1992 നിലവിൽ വന്നത്. 73-ാം ഭേദഗതി അനുസരിച്ച് എന്താണ്? 11-ാം പട്ടികയാണ് കൂട്ടിച്ചേർത്തത്. 73-ാം ഭേദഗതി അനുസരിച്ച് 11-ാം പട്ടിക കൂട്ടിച്ചേർത്തു. ഇനി 74-ാം ഭേദഗതി അനുസരിച്ച് ഏത് പട്ടികയാണ്? 12-ാം പട്ടിക. 12-ാം പട്ടിക ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചു അല്ലെ, ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തു. അപ്പം 73-ാം ഭേദഗതി അനുസരിച്ച് 11-ാം പട്ടികയും 74-ാം ഭേദഗതി അനുസരിച്ച് 12-ാം പട്ടികയും കൂട്ടിച്ചേർത്തു. ഇനി 73-ാം ഭേദഗതിയിൽ എന്താണ് കൂട്ടിച്ചേർത്തത്? പഞ്ചായത്തി രാജ് ആക്ട് അല്ലെ, പഞ്ചായത്തി രാജ് നിയമമാണ് കൂട്ടിച്ചേർത്തത്. 73-ാം ഭേദഗതിയിൽ പഞ്ചായത്തി രാജ് നിയമമാണ് കൂട്ടിച്ചേർത്തത്. 74-ാം ഭേദഗതിയിലോ നഗരപാലിക നിയമം, മുനിസിപ്പാലിറ്റി നിയമം എന്നിങ്ങനെ അറിയപ്പെടുന്നു അല്ലെ. നഗരപാലിക, മുനിസിപ്പാലിറ്റി നിയമം എന്നിവയാണ് കൂട്ടിച്ചേർത്തത്. 73 പഞ്ചായത്തി രാജ്, 74 നഗരപാലിക, മുനിസിപ്പാലിറ്റി നിയമം എന്നിവയാണ് കൂട്ടിച്ചേർത്തത്. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണവുമായി ബന്ധമില്ലാത്തത് ആർക്കാണ് ബന്ധമില്ലാത്തത്? ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ് അല്ലേ. ഡോക്ടർ ബി ആർ അംബേദ്കർ അല്ലേ, ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പിയാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ. സച്ചിദാനന്ദ സിൻഹ ആരാണ്? നിയമനിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷനാണ് സച്ചിദാനന്ദ സിൻഹ. ജവഹർലാൽ നെഹ്റു ആരാണ്? ആമുഖത്തിൻ്റെ ശില്പിയാണ് ജവഹർലാൽ നെഹ്റു. ഇനി അടുത്തത്, താഴെ തന്നിരിക്കുന്ന മൗലികാവകാശങ്ങളിൽ പെടുന്നവ ഏതെല്ലാം? സമത്വത്തിനുള്ള അവകാശം, അതെ മൗലികാവകാശമാണ്. സ്വത്ത് വാങ്ങാനുള്ള അവകാശം ഒരു മൗലിക അവകാശമല്ല. ഇഷ്ടപ്പെട്ട മതത്തിൽ വിശ്വസിക്കാനുള്ള അവകാശം, ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശം, ഇന്ത്യയിലെവിടെയും യാത്ര ചെയ്യുവാനുള്ള അവകാശം ഒരു മൗലിക അവകാശമല്ല. സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം മൗലിക അവകാശമാണ്. ഇനി ഏതൊക്കെയാണ് നമ്മുടെ മൗലിക അവകാശങ്ങൾ? സമത്വത്തിനുള്ള അവകാശം ശരിയാണ്. അടുത്തത് ഏതാണ്? സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. പിന്നെ അടുത്തത് ഏതാണ്? ചൂഷണത്തിനെതിരായ അവകാശം, ചൂഷണത്തിനെതിരായ അവകാശം. പിന്നെ വരുന്നത് ഏതാ? മതസ്വാതന്ത്ര്യം അല്ലേ, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. അടുത്തത് എന്താ? സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം. പിന്നെ അടുത്തത് ഏതാ? ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം അല്ലേ, ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശവും മൗലിക അവകാശത്തിൽ പെടുന്നതാണ്. നിർദ്ദേശക തത്വങ്ങൾ നടപ്പാക്കുന്നതിനായി സമീപിക്കേണ്ട കോടതി ഏത് അല്ലേ? നിർദ്ദേശക തത്വങ്ങൾ നടപ്പാക്കാൻ നമുക്ക് കോടതിയെ സമീപിക്കാനാവില്ല അല്ലേ, കോടതിയെ സമീപിക്കാൻ കഴിയില്ല. നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയുടെ ഏതു ഭാഗത്താണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്? ഭാഗം 4-ലാണ്. ഭാഗം 4, 4-ാം ഭാഗത്താണ് നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയുടെ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഏതാണ്? ഇന്ത്യയാണ് അല്ലേ. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഇന്ത്യ. പാർലമെൻറ്റിൻ്റെ പ്രധാന ചുമതല എന്ത്? പാർലമെൻറ്റിൻ്റെ പ്രധാന ചുമതല എന്താണ്? നിയമനിർമ്മാണമാണ് പാർലമെൻറ്റിൻ്റെ പ്രധാന ചുമതല. ഇപ്പോഴത്തെ കേന്ദ്ര പഞ്ചായത്ത് രാജ് മന്ത്രി ആരാണ്? രാജീവ് രഞ്ജൻ സിംഗ് ആണ് ഇപ്പോഴത്തെ പഞ്ചായത്ത് രാജ് മന്ത്രി. സ്വാതന്ത്ര്യാനന്തരം സംസ്ഥാന പുനർസംഘടനാ കമ്മീഷൻ രൂപീകരിച്ചു. ഇതുമായി ബന്ധപ്പെട്ട താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയേത് എന്നതാണ് നമുക്ക് കാണേണ്ടത്. ഇത് രൂപീകരിച്ചത് 1953-ലാണ്. ശരിയാണ്. സംസ്ഥാന പുനർസംഘടനാ കമ്മീഷൻ നിലവിൽ വന്നത് 1953-ലാണ്. സംസ്ഥാന പുനർസംഘടനാ നിയമം നിലവിൽ വന്നതോ? നിയമം നിലവിൽ വന്നത് എന്നാണ്? 1956-ലാണ് നിയമം നിലവിൽ വന്നത്. രൂപീകരിച്ചത് സംസ്ഥാന പുനർസംഘടനാ കമ്മീഷൻ നിലവിൽ വന്നത് 1953-ലാണ്. ഇത് ഷാ കമ്മീഷൻ എന്ന പേരിലും അറിയപ്പെടുന്നു. തെറ്റാണ്. ഫസൽ അലി, എച്ച്.എൻ. കുൻസ്ട്രോ എന്നിവർ ഇതിൽ അംഗങ്ങളായിരുന്നു. ഇതിൽ അംഗങ്ങൾ ആരൊക്കെയായിരുന്നു? സർദാർ കെ.എം. പണിക്കർ. അംഗങ്ങൾ ആരൊക്കെയായിരുന്നു? സർദാർ കെ.എം. പണിക്കർ, എച്ച്.എൻ. കുൻസ്ട്രോ അല്ലേ.
HN കുൻസ്രു എന്നിവരായിരുന്നു ഇതിലെ അംഗങ്ങൾ. അധ്യക്ഷനാരായിരുന്നു? സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ അധ്യക്ഷനാരായിരുന്നു? ഫസൽ അലി. അപ്പോൾ ഇത് ശരിയായ പ്രസ്താവനയാണ്. ഈ കമ്മീഷൻ്റെ നിർദ്ദേശപ്രകാരം ആദ്യം രൂപീകരിച്ച സംസ്ഥാനം ഏതായിരുന്നു? ആന്ധ്രാപ്രദേശ് ആയിരുന്നു. അതും ശരിയായ പ്രസ്താവനയാണ്. അപ്പോൾ ഏതാണ് ശരി? 1, 3, 4 ശരി. ഇന്ത്യൻ ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെക്കുറിച്ച് ശരിയായ വസ്തുത താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ് അധ്യക്ഷൻ. ശരിയായ പ്രസ്താവനയാണ് അല്ലേ. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷനാരായിരുന്നു? ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റിയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അല്ലേ. ഭരണഘടനാ നിർമ്മാണ സഭയിലെ പ്രധാന കമ്മിറ്റി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ആയിരുന്നു. ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അല്ല ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയത്. 7 അംഗങ്ങളെ ഉൾപ്പെടുത്തി രൂപീകരിച്ച കമ്മിറ്റി. അത് ശരിയായ പ്രസ്താവന. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ ആകെ അംഗങ്ങൾ എത്ര പേരായിരുന്നു? 7 പേരായിരുന്നു. 1946 ഓഗസ്റ്റ് 29 ഈ സമിതി രൂപീകരിച്ചു. തെറ്റായ പ്രസ്താവന. എന്നാണ് രൂപീകരിച്ചത്? 1947 ഓഗസ്റ്റ് 29 ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിച്ചത്. 47 46 തന്നിരിക്കുന്നത്. അപ്പോൾ ഏതൊക്കെ പ്രസ്താവനയാണ് ശരിയായത്? ശരിയായ വസ്തുതയാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 1, 3 ശരിയായത്. സാർവത്രിക വോട്ടവകാശം, മത്സരിക്കാനുള്ള അവകാശം എന്നിവയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ഏറ്റവും അനുയോജ്യമായ വസ്തുതകൾ ഏതാണ്? സാർവത്രിക വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേണം ലോകസഭ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടത്തേണ്ടതെന്ന് വകുപ്പ് 326 പ്രതിപാദിക്കുന്നു. 326 എന്താണ് പ്രതിപാദിക്കുന്നത്? സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം അല്ലേ. അപ്പോൾ കറക്റ്റായ പ്രസ്താവനയാണ്. വകുപ്പ് 326 പറയുന്നത് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തെക്കുറിച്ചാണ്. സാർവത്രിക വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേണം ലോകസഭ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടത്തേണ്ടതെന്ന് വകുപ്പ് 326 പ്രതിപാദിക്കുന്നു. ശരിയായ പ്രസ്താവനയാണ്. വകുപ്പ് 331 സാർവത്രിക വോട്ടവകാശത്തെക്കുറിച്ച് പറയുന്നു. തെറ്റായ പ്രസ്താവനയാണ്. ഏത് വകുപ്പാണ് പറയുന്നത്? 326 സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തെക്കുറിച്ച് പറയുന്നത്. 331 എന്താ പറയുന്നത്? ആംഗ്ലോ ഇന്ത്യൻ വിഭാഗത്തിന് ലോകസഭയിലെ സംവരണത്തെ പറ്റിയാണ് പറയുന്നത്. ആംഗ്ലോ ഇന്ത്യൻ വിഭാഗത്തിൻ്റെ സംവരണത്തെ പറ്റിയാണ് സംവരണത്തെ പറ്റിയാണ് വകുപ്പ് 331 പറയുന്നത്. അപ്പോൾ തെറ്റായ പ്രസ്താവനയാണ്. 1989 61 ഭേദഗതിയിലൂടെ വോട്ടവകാശത്തിനുള്ള പ്രായം 21 നിന്ന് 18 കുറച്ചു അല്ലേ. ശരിയാണ്. 61 ഭേദഗതിയിലൂടെയാണ് പ്രായം 21 നിന്ന് 18 കുറച്ചത്. ഇനി 1989 62 ഭേദഗതിയിലൂടെ വോട്ടിംഗ് പ്രായം കുറച്ചു. തെറ്റായ പ്രസ്താവനയാണ്. 61 ഭേദഗതിയാണ് വോട്ടവകാശം 21 നിന്നും 18 കുറച്ചത്. അപ്പോൾ ഏതെല്ലാം പ്രസ്താവനകളാണ് കറക്റ്റ് ആയിട്ടുള്ളത്? 1, 3 ശരിയായിട്ടുള്ളത്. ഇപ്പോഴത്തെ കേന്ദ്ര യുവജന കാര്യ കായിക വകുപ്പ് കൈകാര്യം ചെയ്യുന്നതാരെ? ആരാണ്? മൻസുഖ് മാണ്ഡവ്യയാണ്. മൻസുഖ് മാണ്ഡവ്യ 1 ശരി. ഇന്ത്യയുടെ രാഷ്ട്രപതിയായ ദ്രൗപദി മുർമുവിനെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവനകൾ ഇവയിലേതാണ്? 15ാമത്തെ പ്രസിഡന്റ്. ശരിയായ പ്രസ്താവനയാണ് അല്ലേ. 15ാമത്തെ പ്രസിഡന്റാണ്. 14ാമത്തെ പ്രസിഡന്റ്. തെറ്റായ പ്രസ്താവനയാണ്. 2015 മുതൽ 2021 വരെ ജാർഖണ്ഡ് ഗവർണറായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ശരിയായ പ്രസ്താവനയാണ്. ജാർഖണ്ഡ് ഗവർണറായിട്ടായിരുന്നു സേവനമനുഷ്ഠിച്ചിട്ടുള്ളത്. 2015 മുതൽ 2021 വരെ ഒഡീഷ ഗവർണറായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. തെറ്റായ പ്രസ്താവനയാണ്. 1, 3 ശരിയായ പ്രസ്താവന. അടുത്ത ക്വസ്റ്റ്യൻ. 2023 ഇന്ത്യൻ റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ മുഖ്യ അതിഥി ആയിരുന്ന അബ്ദുൽ ഫത്താഹ് അൽ സീസി ഏത് രാജ്യത്തിൻ്റെ പ്രസിഡൻ്റാണ്? അപ്പോൾ നമുക്ക് 2024 നോക്കാം. 2024 ഇന്ത്യ ആരാണ് സന്ദർശിച്ചത്? ഫ്രാൻസിൻ്റെ പ്രസിഡൻ്റായ ആരാണ്? ഇമ്മാനുവേൽ മാക്രോൺ ആണ്. ഇമ്മാനുവേൽ മാക്രോൺ ആണ് മുഖ്യ അതിഥിയായിട്ട് റിപ്പബ്ലിക് ദിനാഘോഷങ്ങളിലെ മുഖ്യ അതിഥിയായിട്ട് 2024 ഇന്ത്യയിലെത്തിയത്. ഇന്ത്യയുടെ എത്രാമത്തെ റിപ്പബ്ലിക് ആഘോഷമായിരുന്നു? 75ാം റിപ്പബ്ലിക് ദിനാഘോഷങ്ങളിലെ മുഖ്യ അതിഥി ആരായിരുന്നു? ഇമ്മാനുവേൽ മാക്രോൺ. ഫ്രാൻസിൻ്റെ പ്രസിഡൻ്റായ ഇമ്മാനുവേൽ മാക്രോൺ ആണ്
ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനത്തിൽ 2024 മുഖ്യാതിഥിയായിരുന്നത്. ഇന്ത്യയുടെ എത്രാമത്തെ റിപ്പബ്ലിക് ദിനാഘോഷമാണ്? 75ാമത്തെ കേട്ടോ. 75ാം റിപ്പബ്ലിക് ദിനാഘോഷത്തിൻ്റെ മുഖ്യാതിഥി ഇമ്മാനുവൽ മാക്രോൺ. കേരള സംസ്ഥാനത്തിലെ ഇപ്പോഴത്തെ യുവജനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ്? യുവജനകാര്യ കമ്മീഷൻ ചെയർമാൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ശ്രീ എം ഷാജർ ആണ്. ശ്രീ എം ഷാജർ. ഇപ്പോഴത്തെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് ഇപ്പോഴത്തെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്? നിതിൻ മധുക്കർ ജാംദാർ അല്ലേ? നിതിൻ മധുക്കർ. ഇപ്പോഴത്തെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്? നിതിൻ മധുക്കർ ജാംദാർ ആണ് ഇപ്പോഴത്തെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ലേ? വിവരാവകാശ നിയമം 2025 പ്രകാരം സംസ്ഥാന ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറെ നിയമിക്കുന്നത് ആരാണ്? സംസ്ഥാനത്തിലെ ഗവർണറാണ്. സംസ്ഥാന ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറെ നിയമിക്കുന്നത് സംസ്ഥാനത്തിലെ ഗവർണറാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യൻ. ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യനാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ. ഇനി അടുത്തത് ദേശീയ വനിതാ കമ്മീഷൻ ചെയർമാൻ ആരാണ്? വിജയ കെ രഹത്കർ. വിജയ കെ രഹത്കർ ആണ് ഇപ്പോഴത്തെ ദേശീയ വനിതാ കമ്മീഷൻ ചെയർമാൻ. മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ട ചുവടെ ചേർക്കുന്ന ശരിയായ പ്രസ്താവന ഏത്? വകുപ്പ് 51A ഇവ പ്രതിപാദിച്ചിരിക്കുന്നത് ശരിയായ പ്രസ്താവനയാണ്. ഭാഗം 3A ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് തെറ്റായ പ്രസ്താവനയാണ്. 3A ഭാഗം 4A അല്ലേ? മൗലിക കടമകളുള്ളത് 4A 4A മൗലിക കർത്തവ്യങ്ങളെ പറ്റി പ്രതിപാദിച്ചിരിക്കുന്നത്. പിന്നെ 12 മൗലിക കർത്തവ്യങ്ങളാണുള്ളത് അല്ലേ? 11 മൗലിക കർത്തവ്യങ്ങളാണുള്ളത്. 11 മൗലിക കർത്തവ്യങ്ങൾ. ഏത് ഭേദഗതിയിലൂടെയാണ് മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്? 42ാം ഭേദഗതി അല്ലേ? 42ാം ഭേദഗതിയിലൂടെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വർഷം ഏതാണ്? 1976 42ാം ഭേദഗതി മിനി കോൺസ്റ്റിറ്റ്യൂഷനിലൂടെയാണ് മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? 51A ആണ്. 51A ആണ് മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് അല്ലേ? ഇതിലെ ആദ്യത്തെ പ്രസ്താവന മാത്രമാണ് ശരിയായിട്ടുള്ളത്. ഇന്ത്യൻ ഭരണഘടന അമേരിക്കൻ ഭരണഘടനയിൽ നിന്നും കടമെടുത്ത ആശയങ്ങളിൽ ശരിയേത്? നിർദ്ദേശക തത്വങ്ങളല്ല. നിർദ്ദേശക തത്വങ്ങൾ എവിടെ നിന്നാണ് ഇന്ത്യ കടമെടുത്തത്? അയർലൻഡിൽ നിന്നുമാണ് കടമെടുത്തത്. അയർലൻഡിൽ നിന്നുമാണ് നിർദ്ദേശക തത്വങ്ങൾ ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടിരിക്കുന്നത്. മൗലിക അവകാശങ്ങൾ അമേരിക്കൻ ഭരണഘടനയിൽ നിന്നുമാണ്. നിഷ്പക്ഷമായ നീതിന്യായ വ്യവസ്ഥയും അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്. അപ്പോൾ ഏതാ ആൻസർ? 2ഉം 3ഉം. ഭരണഘടനയിലെ 19ാം വകുപ്പ് പ്രകാരം ശരിയായ പ്രസ്താവന ഏത്? 19ാം വകുപ്പ് പ്രകാരമാണ്. 19ാം വകുപ്പിൽ 6 മൗലിക സ്വാതന്ത്ര്യങ്ങളാണ് ഉള്ളത്. അതിൽ ഒന്നാമത്തെ എന്താണ്? അഭിപ്രായ സ്വാതന്ത്ര്യം. ഒന്നാമത്തെ അഭിപ്രായ സ്വാതന്ത്ര്യമാണ്. 1. 2. ആയുധമില്ലാതെ സമാധാനപരമായി സമ്മേളിക്കാനുള്ള സ്വാതന്ത്ര്യം. 3. സംഘടനകൾ രൂപീകരിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം. സംഘടനകൾ രൂപീകരിക്കുക.
സംഘടനകൾ രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യം. ഇനി അടുത്തത് സഞ്ചാര സ്വാതന്ത്ര്യം. അഞ്ചാമത്തെ ഇന്ത്യയിലെവിടെയും താമസിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം. ഇന്ത്യയിലെവിടെയും താമസിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം. ആറാമത്തെ വരുന്നത് മാന്യമായ ഏത് തൊഴിലും ചെയ്യുന്നതിനുള്ള സ്വാതന്ത്ര്യം. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. ആദ്യത്തെ സഞ്ചാര സ്വാതന്ത്ര്യമുണ്ട്. 19-ാം വകുപ്പ് പ്രകാരമാണ് പറയുന്നത്. സഞ്ചാര സ്വാതന്ത്ര്യമുണ്ട്. വിദ്യാഭ്യാസത്തിനുള്ള സ്വാതന്ത്ര്യം ഇതിലില്ല. സംഘടനാ രൂപീകരണത്തിനുള്ള സ്വാതന്ത്ര്യം അതുമുണ്ട്. അപ്പോൾ ഏതാണ്? 1ഉം 3ഉമാണ് ശരിയായ പ്രസ്താവനകൾ. ഓക്കെ, ഈ 6 19-ാം വകുപ്പ് പ്രകാരമുള്ള മൗലിക സ്വാതന്ത്ര്യങ്ങൾ ഉൾപ്പെടുന്നത്. 19-ാം വകുപ്പിലുള്ള സ്വാതന്ത്ര്യങ്ങളാണ് ഇത്. 6 അഭിപ്രായ സ്വാതന്ത്ര്യം, ആയുധമില്ലാതെ സമാധാനപരമായി സമ്മേളിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം, സംഘടനകൾ രൂപീകരിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം, സഞ്ചാര സ്വാതന്ത്ര്യം, ഇന്ത്യയിലെവിടെയും താമസിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം, മാന്യമായ ഏത് തൊഴിലും ചെയ്യുന്നതിനുള്ള സ്വാതന്ത്ര്യം എന്നിവയാണ് 6 സ്വാതന്ത്ര്യങ്ങൾ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? കമ്മീഷനിൽ 5 അംഗങ്ങളാണുള്ളത്. സുപ്രീം കോടതിയിലെ മുൻ ജഡ്ജി ഒരു അംഗമാണ്. ഹൈക്കോടതി മുൻ ജഡ്ജി മറ്റൊരു അംഗമാണ്. തെറ്റായ പ്രസ്താവനയാണ്. അപ്പോൾ 2 പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്. അപ്പോൾ 1ഉം 2ഉമാണ് ശരിയായ പ്രസ്താവനകൾ. ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നതെന്നാണ്? 1993 ഒക്ടോബർ 12-നാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ് നിയമിക്കുന്നത്. ചെയർമാനെയും മറ്റ് അംഗങ്ങളെയും നിയമിക്കുന്നത്. ഇനി ചെയർമാനെ കൂടാതെ 5 സ്ഥിരാംഗങ്ങളാണ് ഉള്ളത്. 5 സ്ഥിരാംഗങ്ങൾ. ഒരാൾ വനിതയായിരിക്കണം. 5 സ്ഥിരാംഗങ്ങളാണ് ഉള്ളത് ചെയർമാനെ കൂടാതെ. ഇനി ചെയർമാൻ എങ്ങനെയുള്ള ആളായിരിക്കണം? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസോ ജഡ്ജിയോ ആയിരിക്കണം. സുപ്രീം കോടതി ജഡ്ജിയോ ആയിരിക്കണം. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസോ സുപ്രീം കോടതി ജഡ്ജിയോ ആയിരിക്കണം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാൻ. അപ്പോൾ 5 സ്ഥിരാംഗങ്ങൾ ഉണ്ടായിരിക്കണം. 1993 ഒക്ടോബർ 12-നാണ് നിലവിൽ വന്നത്. അംഗങ്ങളെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ്റെയും അംഗങ്ങളുടെയും കാലാവധി എത്രയാണ്? 3 വർഷം അല്ലേ? 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സാണ് ഇവരുടെ കാലാവധി. ഉപരാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന ശരിയായ പ്രസ്താവന ഏത്? ഉപരാഷ്ട്രപതിയെ 5 വർഷത്തേക്കാണ് തിരഞ്ഞെടുക്കുന്നത്. ശരിയായ പ്രസ്താവനയാണ്. ഉപരാഷ്ട്രപതിയെ 5 വർഷത്തേക്കാണ് തിരഞ്ഞെടുക്കുന്നത്. ഉപരാഷ്ട്രപതി രാജ്യസഭ അധ്യക്ഷനാണ്. അതും ശരിയാണ്. രാജ്യസഭയുടെ അധ്യക്ഷനാണ് ഉപരാഷ്ട്രപതി. പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത് പോലെയാണ് ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. തെറ്റായ പ്രസ്താവനയാണ് അല്ലേ? ഉപരാഷ്ട്രപതി എങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നത്? ലോകസഭയിലെയും രാജ്യസഭയിലെയും മുഴുവൻ അംഗങ്ങളും ചേർന്ന് മുഴുവൻ അംഗങ്ങളും ചേർന്നാണ് ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ 1ഉം 2ഉമാണ് ശരി. പ്രസ്താവന 1ഉം 2ഉമാണ് ശരി. ഭരണഘടനയിലെ 73-ാം ഭേദഗതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? പഞ്ചായത്തി രാജ് സമ്പ്രദായത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ശരിയല്ലേ? 73-ാം ഭേദഗതി എന്തിനെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്? പഞ്ചായത്തി രാജ് നിയമം അല്ലേ? പഞ്ചായത്തി രാജ് നിയമത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ഇനി 12-ാം ഷെഡ്യൂളിൽ 73-ാം ഭേദഗതി ഉൾപ്പെടുന്നു. അല്ല, തെറ്റായ പ്രസ്താവനയാണ്. 73-ാം ഭേദഗതി ഏത് ഷെഡ്യൂളാണ്? 11-ാം പട്ടിക. 11-ാം ഷെഡ്യൂളാണ്. 11-ാം പട്ടികയാണ് 73-ാം ഭേദഗതി കൂട്ടിച്ചേർത്തത് അല്ലേ? 73-ാം ഭേദഗതി എന്നാണ് നിലവിൽ വന്നത്. 1992-ലാണ് 73-ാം ഭേദഗതി നിലവിൽ വന്നത്. അത് 11-ാം പട്ടികയാണ് ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത്. പഞ്ചായത്തി രാജിന് ഭരണഘടന സാധുത നൽകി 11-ാം പട്ടികയാണ് കൂട്ടിച്ചേർത്തത്. 12-ാം ഷെഡ്യൂളല്ല. ത്രിതല ഭരണ സംവിധാനം പ്രദാനം ചെയ്തു. അത് ശരിയാണ്. ത്രിതല ഭരണ സംവിധാനം പ്രദാനം ചെയ്തു.
താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായതേത്? മുഖ്യമന്ത്രിയെ നിയമിക്കുന്നത് സംസ്ഥാന ഗവർണറാണ്. ശരിയായ പ്രസ്താവനയാണ് അല്ലേ? മുഖ്യമന്ത്രിയെ നിയമിക്കുന്നത് സംസ്ഥാന ഗവർണറാണ്. മന്ത്രിസഭയെ ഗവർണർ മുഖ്യമന്ത്രിയുടെ ഉപദേശപ്രകാരം നിയമിക്കുന്നു. ശരിയാണ്. മന്ത്രിസഭയെ ഗവർണറാണ് നിയമിക്കുന്നതെങ്കിലും മുഖ്യമന്ത്രിയുടെ ഉപദേശപ്രകാരമാണ് നിയമിക്കുന്നത്. മന്ത്രിസഭയ്ക്ക് ഗവർണറോട് കൂട്ടുത്തരവാദിത്തമുണ്ട്. ഇല്ല. ഗവർണർ എന്ന് പറഞ്ഞാൽ കേന്ദ്ര മന്ത്രിസഭയുടെ പ്രതിനിധിയാണ് ഗവർണർ അല്ലേ? മന്ത്രിസഭയ്ക്ക് ഗവർണറോട് കൂട്ടുത്തരവാദിത്തം ഇല്ല. അപ്പോൾ 1ഉം 2ഉമാണ് ശരി. പ്രസ്താവന 1ഉം 2ഉമാണ്. ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്ന വർഷം ഏതാണ്? 1950 ജനുവരി 26 അല്ലേ? 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്ന വർഷം. ഇനി 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം മൗലികാവകാശമായത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? 86 അല്ലേ? 86ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് എല്ലാ കുട്ടികൾക്കും 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം മൗലികാവകാശമായത് അല്ലേ? അപ്പം ഏതാണ് കൂട്ടിച്ചേർത്തത്? 21A ആണ്. 21A എന്ന ആർട്ടിക്കിളാണ് ഭരണഘടനയോട് കൂട്ടിച്ചേർത്തത്. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്തിലാണ് മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഏതാണ്? 4A ആണ് മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. മൗലിക അവകാശങ്ങൾ ഏതാണ്? 3 അല്ലേ? 3 മൗലിക അവകാശത്തിനെ പറ്റി പ്രതിപാദിക്കുന്നത് ഭാഗം 3ലാണ്. ഇനി നിർദ്ദേശക തത്വങ്ങൾ ഏതാ? നിർദ്ദേശക തത്വങ്ങൾ ഭാഗം 4ലാണ്. ഭാഗം 4. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? സ്വത്തവകാശമാണ്. സ്വത്തവകാശം ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങളിൽ പെടാത്തതാണ്. അത് 300A എന്ന് പറഞ്ഞ ആർട്ടിക്കിളാക്കി നമ്മൾ മാറ്റി. ഏത് ഭേദഗതിയിലൂടെയാണ്? 44ാം ഭേദഗതി. 1978 44ാം ഭേദഗതിയിലൂടെ സ്വത്തവകാശം മൗലിക അവകാശങ്ങളിൽ നിന്നും മാറ്റി അതൊരു നിയമാവകാശമാക്കി മാറ്റി. ഓക്കെ. എന്നിട്ട് 300A എന്ന് പറയുന്ന ആർട്ടിക്കിള് ഭരണഘടനയോട് കൂട്ടിച്ചേർത്തു. താഴെ കൊടുത്തിരിക്കുന്നവയിൽ എഴുതപ്പെടാത്ത ഭരണഘടനയുള്ളത് ഏത് രാജ്യത്തിനാണ്? ഏത് രാജ്യത്തിനാണ് എഴുതപ്പെടാത്ത ഭരണഘടനയുള്ളത്? ബ്രിട്ടനാണ് അല്ലേ? എഴുതപ്പെടാത്ത ഭരണഘടനയുള്ള രാജ്യം ബ്രിട്ടനാണ്. ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയാണ് അല്ലേ? സഞ്ജീവ് ഖന്നയാണ് ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. 51ാമത്തെ ചീഫ് ജസ്റ്റിസ് ആണ് സഞ്ജീവ് ഖന്ന. നിലവിലെ ലോകസഭാ സ്പീക്കർ ആരാണ്? ഓം ബിർളയാണ് നിലവിലെ ലോകസഭാ സ്പീക്കർ. ഓം ബിർള. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ VP മേനോനെ കുറിച്ച് ശരിയായ പ്രസ്താവനകൾ ഏവ? സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ നാട്ടുരാജ്യങ്ങളുടെ ഇന്ത്യൻ യൂണിയനിലേക്കുള്ള സംയോജനവുമായി ബന്ധപ്പെട്ട് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് സെക്രട്ടറി ആയിരുന്ന മലയാളി. അത് ശരിയായ പ്രസ്താവനയാണ്. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനർസംഘടിപ്പിക്കാനായി രൂപീകരിച്ച സംസ്ഥാന പുനർസംഘടനാ കമ്മീഷൻ്റെ അംഗം. തെറ്റായ പ്രസ്താവനയാണ് അല്ലേ? ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ്. ശരിയാണ്. 1952 അസ്സാമിലെ ഗവർണറായി ചുമതലയേറ്റു. തെറ്റായ പ്രസ്താവനയാണ്. അപ്പോൾ ഏതാണ് ശരിയായത്? എയും സിയുമാണ് ശരിയായത്. എയും സിയും. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജാണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണ്? ലാഹോർ സമ്മേളനം. 1929 ജവഹർലാൽ നെഹ്റുവിൻ്റെ അധ്യക്ഷതയിൽ നടന്ന കോൺഗ്രസ് സമ്മേളനം ഏതാണ്? ലാഹോർ സമ്മേളനമാണ്. അതിലാണ് പൂർണ്ണ സ്വരാജ് ആണ് അന്തിമ ലക്ഷ്യം എന്ന് പ്രഖ്യാപിച്ച സമ്മേളനം. സ്വത്തവകാശം മൗലിക അവകാശങ്ങളിൽ നിന്ന് എടുത്തുകളഞ്ഞ ഭരണഘടനാ ഭേദഗതി ഏത്? 44ാം ഭേദഗതിയാണ്. 1978 നടന്ന 44ാം ഭേദഗതിയാണ് സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്ത് അതൊരു നിയമാവകാശമാക്കി മാറ്റിയത്.
സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതി ഏത്? സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതി ഏതാണ്? ഹൈക്കോടതി. ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ആരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഏത്? ഏതാണ്? ഇന്ത്യയാണ്. ലോകത്തെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഇന്ത്യയാണ്. ഭരണഘടനയുടെ ആമുഖത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള അടിസ്ഥാന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഏതാണ് അടിസ്ഥാന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്തത്? മൗലിക അവകാശങ്ങളാണ്. ഇന്ത്യയുടെ ദേശീയ പ്രതീകങ്ങൾ സംബന്ധിച്ച് ശരിയായത് കണ്ടെത്തുക. ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഹോക്കി. ആന ഇന്ത്യയുടെ ദേശീയ പൈതൃക ജീവി. ശരിയാണ്. ഇന്ത്യയുടെ ദേശീയ ഗീതം ഏതാണ്? മാതരം അല്ലേ? ഇന്ത്യയുടെ ദേശീയ ഗീതം ഏതാണ്? വന്ദേ മാതരം. വന്ദേ മാതരമാണ് ഇന്ത്യയുടെ ദേശീയ ഗീതം. ദേശീയ ഗാനമാണ് ജനഗണമന അല്ലേ? അപ്പോൾ 1ഉം 2ഉമാണ് ശരി. 1ഉം 2ഉം. വിവരാവകാശ നിയമപ്രകാരം പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ നൽകുന്നതിൽ കാലതാമസം ഉണ്ടായാൽ ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥൻ ഓരോ ദിവസവും ഒടുക്കേണ്ട പിഴ എത്രയാണ്? 250 രൂപയാണ് ഒടുക്കേണ്ട പിഴ. രാജ്യസഭയിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് ആരെല്ലാം തമ്മിലാണ്? ആരെല്ലാം ചേർന്നാണ് രാജ്യസഭയിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്? സംസ്ഥാന നിയമസഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ചേർന്നാണ് രാജ്യസഭയിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. താഴെ പറയുന്നവയിൽ ആരെയാണ് ഇംപീച്ച്മെൻറ്റ് എന്ന പ്രക്രിയയിലൂടെ അധികാരസ്ഥാനത്ത് നിന്നും പുറത്താക്കാൻ കഴിയുക? ആരെയാണ്? രാഷ്ട്രപതിയെയാണ്. രാഷ്ട്രപതിക്കാണ് ഇംപീച്ച്മെൻറ്റ് എന്ന പ്രക്രിയയിലൂടെ അധികാരസ്ഥാനത്ത് നിന്നും പുറത്താക്കുക. പ്രാഥമിക വിദ്യാഭ്യാസം മൗലികാവകാശമായി മാറിയത് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? 86ാമത്തെ ഭേദഗതിയിലൂടെ അല്ലേ? 2002 86ാമത്തെ ഭേദഗതിയിലൂടെ. നമ്മുടെ ദേശീയ ഗാനമായ ജനഗണമന ഏത് ഭാഷയിലാണ് രചിച്ചത്? അല്ലേ? ഏത് ഭാഷയിലാണ് ജനഗണമന ദേശീയ ഗാനമായ ജനഗണമന രചിച്ചത്? ബംഗാളി ഭാഷയിലാണ് ജനഗണമന രചിച്ചത്. ആരാണ് രചിച്ചത്? രവീന്ദ്രനാഥ ടാഗോർ ആണ് രചിച്ചത് അല്ലേ? ദേശീയ ഗാനം രചിച്ചത്. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഏത് കൃതിയിൽ നിന്ന് എടുത്തതാണ്? ഏത് കൃതിയിൽ നിന്ന് എടുത്തതാണ്? ആനന്ദമഠത്തിൽ നിന്ന് എടുത്തതാണ് അല്ലേ? അടുത്തത്, ഇന്ത്യൻ പൗരൻ്റെ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റ് ഏത്? മൗലിക അവകാശങ്ങളെ സംരക്ഷിക്കുന്നത് ആരാണ്? സുപ്രീം കോടതിയാണ് അല്ലേ? സുപ്രീം കോടതി. ഭരണഘടനയല്ല, കോടതിയാണ്. സുപ്രീം കോടതിയാണ്. മൗലിക അവകാശങ്ങളെ സംരക്ഷിക്കുന്നത് സുപ്രീം കോടതിയാണ്. അപ്പോൾ ഇത് തെറ്റായ പ്രസ്താവനയാണ്. മൗലിക അവകാശങ്ങളിൽ മാറ്റം വരുത്തുവാൻ ഭരണഘടനാ ഭേദഗതിയിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. ശരിയാണ്. ഗവൺമെൻറ്റിൻ്റെ ഒരു ഘടകവും മൗലിക അവകാശങ്ങൾ ലംഘിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ പാടുള്ളതല്ല. ശരിയായ പ്രസ്താവനയാണ്. മൗലിക അവകാശങ്ങൾ ന്യായവാദാർഹമല്ല. തെറ്റായ പ്രസ്താവനയാണ് അല്ലേ? മൗലിക അവകാശങ്ങൾക്ക് വേണ്ടി നമുക്ക് വാദിക്കാം. മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവിനെ നമ്മൾ എന്താ പറയുന്നത്? റിട്ട് എന്ന് പറയുന്നുണ്ട് അല്ലേ? അപ്പം നമുക്ക് മൗലിക അവകാശങ്ങൾ ന്യായവാദത്തിന് അർഹമാണ്. അപ്പോൾ ഈ 2 പ്രസ്താവനകളുമാണ് തെറ്റായിട്ടുള്ളത്. തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. മൗലിക അവകാശങ്ങളുടെ സംരക്ഷകൻ സുപ്രീം കോടതിയാണ്. ഈ മൗലിക അവകാശങ്ങൾ ന്യായവാദാർഹമാണ് അല്ലേ? നമുക്ക് മൗലിക അവകാശങ്ങൾക്ക് വേണ്ടി വാദിക്കാവുന്നതാണ്. അങ്ങനെ കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവിനെയാണ് റിട്ട് എന്ന് പറയുന്നത്. ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം ഏത്? 2005. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർമാൻ ആരാണ്? ജസ്റ്റിസ് രംഗനാഥ മിശ്ര. ആദ്യത്തെ മലയാളിയായിട്ടുള്ള ചെയർമാൻ ആരാണ്? ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ. അത് ചോദ്യം ശ്രദ്ധിക്കണം. ആദ്യത്തെ മലയാളി എന്ന് ചോദിച്ചാൽ KG ബാലകൃഷ്ണനാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ ഏത് രാജ്യത്തെ ഭരണഘടനയിൽ നിന്നും കടമെടുത്തതാണ്? ഏത് രാജ്യത്തു നിന്നും കടമെടുത്താണ്? സോവിയറ്റ് യൂണിയൻ. ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവും ഹൃദയവും എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 32. ഇന്ത്യയുടെ ദേശീയ മുദ്രയിൽ ഉൾപ്പെട്ടിട്ടുള്ള മൃഗങ്ങൾ ഏതാണ്? ആന, കാള, സിംഹം, കുതിര എന്നിവയാണ് ഇന്ത്യയുടെ ദേശീയ മുദ്രയിൽ ഉൾപ്പെട്ടിട്ടുള്ള മൃഗങ്ങൾ.
കൂട്ടത്തിൽ ഉൾപ്പെടാത്തത് ഏത്? സമത്വത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സ്വത്തവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ഏതാണ് ഉൾപ്പെടാത്തത്? സ്വത്തവകാശം. ഒരു ഇതൊക്കെ മൗലിക അവകാശങ്ങളാണ് തന്നിരിക്കുന്നത്. സ്വത്തവകാശം മൗലിക അവകാശമല്ല. ഇപ്പോൾ ത്രിവർണ്ണ പതാകയെ ഇന്ത്യയുടെ ദേശീയ പതാകയായി ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചതെന്ന്? 1947 ജൂലൈ 22-ന്. രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം ഏതാണ്? സംവാദ് കൗമുദി. സംവാദ് കൗമുദി. ഇന്ത്യൻ ദേശീയ ഗീതത്തിൻ്റെ രചയിതാവ് ആര്? ദേശീയ ഗീതത്തിൻ്റെ രചയിതാവ് ആരാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജി. എന്താണ് ദേശീയ ഗീതം? വന്ദേ മാതരം. വന്ദേ മാതരമാണ് ഇന്ത്യയുടെ ദേശീയ ഗീതം. ഏത് ഭാഷയിലാണ് ഇത് രചിച്ചിട്ടുള്ളത്? ബംഗാളി ഭാഷയിൽ. ബംഗാളിയിലാണ് വന്ദേ മാതരം രചിച്ചിട്ടുള്ളത്. ഏത് കൃതിയിൽ നിന്നാണ് വന്ദേ മാതരം എടുത്തിട്ടുള്ളത്? ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം എന്ന കൃതിയിൽ നിന്നാണ് വന്ദേ മാതരം എടുത്തിട്ടുള്ളത്. ബംഗാളി ഭാഷയിലാണ് ദേശീയ ഗീതം രചിച്ചിട്ടുള്ളത്. ആരാണ് രചിച്ചത്? ബങ്കിം ചന്ദ്ര ചാറ്റർജി. ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം ഏത്? ഏതാണ് ദേശീയ പൈതൃക മൃഗം? ആനയാണ്. ഇന്ത്യയിലെ വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വന്നതെപ്പോൾ? 2005-ലാണ് വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വന്നത്. മൗലിക കർത്തവ്യങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഏത് ഭേദഗതി അനുസരിച്ചാണ്? ഏത് ഭേദഗതി അനുസരിച്ചാണ്? 42-ാം ഭേദഗതി. മൗലിക കർത്തവ്യങ്ങളാണ്. 42 എന്ന് പറയുമ്പോൾ കൊല്ലമേത 1976-ലാണ് 42-ാം ഭേദഗതി, മിനി കോൺസ്റ്റിറ്റ്യൂഷൻ. അതിലാണ് മൗലിക കർത്തവ്യങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഏതാണ് ഭാഗം? 4A ആണ്. 4A ആണ്. താഴെ കൊടുത്തിട്ടുള്ളവയിൽ മൗലിക അവകാശങ്ങളുമായി ബന്ധമില്ലാത്തത് ഏതെല്ലാം? മൗലിക അവകാശങ്ങൾ ഭരണഘടനയുടെ 3-ാം ഭാഗത്തിൽ പ്രതിപാദിക്കുന്നു. ശരിയായ പ്രസ്താവനയാണ്. ഐറിഷ് ഭരണഘടനയോട് കടപ്പെട്ടിരിക്കുന്നു. അല്ല. മൗലിക അവകാശങ്ങൾ എവിടെ നിന്നാണ് നമ്മൾ കടമെടുത്തിട്ടുള്ളത്? USA-യിൽ നിന്നാണ്. USA-യിൽ നിന്നാണ് മൗലിക അവകാശങ്ങൾ കടമെടുത്തിരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയിൽ 5 വിധത്തിലുള്ള മൗലിക അവകാശങ്ങളുണ്ട്. തെറ്റായ പ്രസ്താവനയാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ 6 വിധത്തിലുള്ള മൗലിക അവകാശങ്ങളാണുള്ളത്. അപ്പോൾ 1ഉം 4ഉമാണ് ശരിയായ പ്രസ്താവന. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ബന്ധമില്ലാത്തത് ഏതെല്ലാം എന്നാണ്. അപ്പോൾ 2ഉം 3ഉം. ഇതിലെ ഇപ്പോഴത്തെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? അലക്സാണ്ടർ തോമസ്. അല്ലെ, ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ആണ്. അലക്സാണ്ടർ തോമസ് ആണ്. ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ആണ് ഇപ്പോഴത്തെ കേരളത്തിലെ ഇപ്പോഴത്തെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ. ദേശീയ പതാകയുമായി ബന്ധമില്ലാത്തതേത്? ബന്ധമില്ലാത്തതാണ് കണ്ടുപിടിക്കേണ്ടത്. കുങ്കുമം, വെള്ള, പച്ച എന്നീ നിറങ്ങളുണ്ട്. 3:2 അനുപാതത്തിൽ നിർമ്മിച്ചിരിക്കുന്നു. ശരിയായ പ്രസ്താവനയാണ്. 1947 ഓഗസ്റ്റ് 1-ന് ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചു. അല്ല, തെറ്റായ പ്രസ്താവനയാണ്. എന്നാണ് അംഗീകരിച്ചത്? 1947 ജൂലൈ 22 അല്ലെ, ജൂലൈ 22-നാണ് ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ പതാകയെ അംഗീകരിച്ചത്. ഇന്ത്യൻ ദേശീയ ഗാനം അംഗീകരിച്ചത് എപ്പോൾ? ദേശീയ ഗാനം എപ്പോഴാണ് അംഗീകരിച്ചത്? 1950 ജനുവരി 24-നാണ് ദേശീയ ഗാനം അംഗീകരിച്ചത്. അല്ലേ, 1950 ജനുവരി 24. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയായിരുന്നു താൽക്കാലിക അധ്യക്ഷൻ. പിന്നെ സ്ഥിരം അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യൻ സുപ്രീം കോടതിയുടെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ റിട്ടുകൾ എന്ന ആശയം ഏത് രാജ്യത്ത് നിന്നുമാണ് കടമെടുത്തിരിക്കുന്നത്? ബ്രിട്ടനിൽ നിന്നുമാണ് റിട്ടുകൾ കടമെടുത്തിട്ടുള്ളത്. ഇന്ത്യയിൽ വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് 2010 ഏപ്രിൽ 1-നാണ് വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത്. ജനങ്ങളുടെ അവകാശം സംരക്ഷിക്കുന്നതിനായി ഇന്ത്യയിൽ ആദ്യമായി പ്രമേയം അവതരിപ്പിച്ച വ്യക്തി ആരാണ്? മോത്തിലാൽ നെഹ്റു. കരുതൽ തടങ്കലിൽ ഇരിക്കുന്ന വ്യക്തിയുടെ അറസ്റ്റ് എത്ര ദിവസം അഥവാ മാസം പരമാവധി നീട്ടിക്കൊണ്ടുപോകാവുന്നതാണ്? 3 മാസം. ഇന്ത്യൻ ഭരണഘടനാ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി? ഡോക്ടർ BR അംബേദ്കർ. ഇന്ത്യയിൽ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? നവംബർ 26-ലാണ് ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത്.
ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിട്ടുള്ളത്? ഏത് അനുച്ഛേദമാണ്? അനുച്ഛേദം 21A. ഇന്ത്യൻ പാർലമെൻറ്റ് ഏത് വർഷമാണ് ഭക്ഷ്യസുരക്ഷാ ബിൽ പാസ്സാക്കിയത്? 2013. 2013. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഏതാണ്? ഇന്ത്യയാണ് ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം. ഇന്ത്യയിൽ സ്വത്തവകാശം മൗലിക അവകാശത്തിൻ്റെ ഭാഗമല്ലാതായി തീർന്നത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? ഏത് ഭേദഗതിയിലൂടെയാണ്? 44-ാം ഭരണഘടനാ ഭേദഗതി 1978. ഇതിലൂടെയാണ് സ്വത്തവകാശം മൗലിക അവകാശമല്ലാതായി അതൊരു നിയമാവകാശമായി മാറിയത്. ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതി ഏതാണ്? ഹൈക്കോടതിയാണ്. സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതി ഹൈക്കോടതിയാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കർത്തവ്യങ്ങൾ ഏത് ഭാഗത്താണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്? മൗലിക കർത്തവ്യങ്ങൾ 4A എന്ന ഭാഗത്താണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക അവകാശങ്ങളിലെ ഏത് അനുച്ഛേദത്തിനാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഉൾപ്പെടുന്നത്? ഏതനുച്ഛേദത്തിലാണ്? അനുച്ഛേദം 19. അനുച്ഛേദം 19-ലാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഉൾപ്പെടുന്നത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ പ്രഥമ ചെയർമാൻ ജസ്റ്റിസ് രംഗനാഥ മിശ്ര. ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം 2005. മൗലിക ചുമതലകൾ ഇന്ത്യൻ ഭരണഘടനയോട് കൂട്ടിച്ചേർത്തത് ഏത് ഭരണഘടനാ ഭേദഗതി വഴിയാണ്? 42-ാം ഭേദഗതി. 44-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്യപ്പെട്ട അവകാശം സ്വത്തവകാശം. ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് പിംഗലി വെങ്കയ്യ. ഇന്ത്യയുടെ ദേശീയ നദി ഏതാണ്? ഗംഗ. ജനഗണമനയെ ഇന്ത്യയുടെ ദേശീയ ഗാനമായി അംഗീകരിച്ചത് എന്നാണ്? 1950 ജനുവരി 24. ഇന്ത്യൻ ദേശീയ പതാകയുടെ അളവിൻ്റെ അംശബന്ധം 3:2. വന്ദേമാതരം ഏത് ഭാഷയിലാണ് രചിക്കപ്പെട്ടത്? ബംഗാളി ഭാഷയിൽ. ഇന്ത്യയുടെ ദേശീയ ജലജീവിയായി ഗംഗ ഡോൾഫിന് അംഗീകാരം ലഭിച്ച വർഷം? 2009.